ഹായ്, നമസ്കാരം. നമ്മളിൽ പലർക്കും, പ്രത്യേകിച്ച് പ്രായമാകുമ്പോൾ, നടക്കുമ്പോൾ ഒരു കാൽവേദന വരാറില്ലേ? ആ, അതൊക്കെ പ്രായത്തിന്റെയാ എന്ന് പറഞ്ഞ് നമ്മളതങ്ങ് വിട്ടുകളയും, അല്ലേ? പക്ഷെ ഒരു നിമിഷം, ചിലപ്പോൾ ഈ വേദന വെറുമൊരു വേദനയല്ലെങ്കിലോ? ചിലപ്പോൾ ഇത് പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ്, അതായത് PAD എന്ന കുറച്ചുകൂടി ഗൗരവമേറിയ ഒരു പ്രശ്നത്തിന്റെ സൂചനയാകാം. അപ്പോ ഇന്ന് നമുക്ക് ഇതെന്താണെന്ന് വളരെ ലളിതമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഇപ്പോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നടക്കുമ്പോ കാലിന്റെ മസിലുകൾക്ക് ഒരുതരം കഴപ്പോ വേദനയോ ഒക്കെ വരുന്നു. കുറച്ചുനേരം ഒന്നിരുന്നാല് ആശ്വാസം. പക്ഷെ വീണ്ടും നടന്നു തുടങ്ങുമ്പോഴോ വേദന വീണ്ടും വരുന്നു. ഇങ്ങനെ സംഭവിക്കാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ പാദങ്ങൾക്ക് എപ്പോഴും ഒരു തണുപ്പ് മറ്റുള്ളവരെക്കാൾ കൂടുതൽ? അതുമല്ലെങ്കിൽ കാലിൽ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടായാൽ അത് ഉണങ്ങാൻ ഒരുപാട് സമയമെടുക്കുന്നുണ്ടോ? ഇതൊക്കെ വെറുതെ തള്ളിക്കളയരുത്. ഇതെല്ലാം ചിലപ്പോ നിങ്ങളുടെ കാലുകളിലേക്ക് വേണ്ടത്ര രക്തമെത്തുന്നില്ല എന്നതിന്റെ ഒരു സിഗ്നലാകാം. അപ്പൊ ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് ഈ പറയുന്ന പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ്, അല്ലെങ്കിൽ നമ്മൾ ചുരുക്കി പറയുന്ന PAD? പേര് കേട്ട് പേടിക്കേണ്ട, ഇത് നമ്മുടെ കാലുകളിലെ ബ്ലഡ് സർക്കുലേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. സിമ്പിളായിട്ട് പറഞ്ഞ സംഭവം എത്രയുള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കാലുകളിലേക്ക് നല്ല രക്തം കൊണ്ടുപോകുന്ന പൈപ്പുകളിലെ, അതായത് രക്തക്കുഴലുകൾ, അതിനകത്ത് കൊഴുപ്പൊക്കെ അടിഞ്ഞുകൂടി അതങ്ങ് ഇടുങ്ങിയതായി മാറുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? കാലിലേക്ക് വേണ്ട ഓക്സിജനും പോഷകങ്ങളും അടങ്ങിയ രക്തം ശരിക്കങ്ങോട്ട് എത്താതാവും. അതാണ് പ്രശ്നം. ഇത് മനസ്സിലാക്കാൻ ഒരു നല്ല ഉദാഹരണമുണ്ട്. നമ്മുടെ വീട്ടിലെ വെള്ളം വരുന്ന പൈപ്പ് ഓർത്താൽ മതി. പുതിയ പൈപ്പാണെങ്കിൽ വെള്ളം നല്ല ഫോഴ്സിൽ വരും, അല്ലേ? പക്ഷെ കുറേ കാലം കഴിയുമ്പോൾ അതിനകത്ത് അഴുക്കും പായലുമൊക്കെ പിടിച്ച് പൈപ്പ് ബ്ലോക്ക് ആവും. അപ്പോൾ വെള്ളം മെല്ലെ അല്ലേ വരൂ? അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. രക്തക്കുഴലുകളിൽ കൊഴുപ്പഴിഞ്ഞ് ബ്ലോക്ക് ആവുമ്പോൾ രക്തയോട്ടം കുറയുന്നു. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം. ആർക്കാണ് ഈ പ്രശ്നം വരാൻ ചാൻസ് കൂടുതൽ? ചിലർക്കിതിന് സാധ്യത കൂടുതലാണ്. ചില ജീവിതശൈലികളും അസുഖങ്ങളുമൊക്കെ ഇതിന് കാരണമാകാറുണ്ട്. ആരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിലെ ഒന്നാമത്തെ വില്ലൻ സംശയമൊന്നുമില്ല, പുകവലിയാണ്. പുകവലിക്കുമ്പോൾ രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരും. അപ്പോൾ കൊഴുപ്പിനവിടെ വന്ന് അടിഞ്ഞുകൂടാൻ എളുപ്പമാകും. പിന്നെ പ്രമേഹം, അതായത് ഷുഗർ, ഹൈ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഇതൊക്കെയുള്ളവർക്ക് PAD വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ അസുഖങ്ങളൊക്കെ നമ്മുടെ രക്തക്കുഴലുകളെ പതുക്കെ പതുക്കെ ദുർബലമാക്കും. അതോടൊപ്പം 50 വയസ്സ് കഴിഞ്ഞാൽ സ്വാഭാവികമായും റിസ്ക് കൂടും. ഇതിനു മുൻപ് ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകം പറയേണ്ടല്ലോ, അവരും വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കണം. ഈ PAD എന്ന് പറയുന്നത് വെറുമൊരു കാൽവേദനയുടെ പ്രശ്നമല്ല. ഇത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കുറച്ചുകൂടി വലിയ പ്രശ്നങ്ങളുടെ ഒരു റെഡ് സിഗ്നലാണ്. എന്തൊക്കെയാണ് ഇതിന്റെ അപകടങ്ങൾ എന്നുകൂടി നമ്മൾ അറിയണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മുടെ കാലിലെ രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നോ? നമ്മുടെ ഹൃദയത്തിലേക്കും തലച്ചോറിലേക്കും രക്തം കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട കുഴലുകളിലും ഇതുപോലെ ബ്ലോക്ക് ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട് എന്നാണ്. ചുരുക്കി പറഞ്ഞാല്, കാലിലെ പ്രശ്നം കാലിൽ മാത്രമല്ല, അത് ശരീരം മുഴുവനുമുള്ള രക്തക്കുഴലുകളുടെ ആരോഗ്യത്തിന്റെ ഒരു സൂചകമാണ്. നമ്മളെ പാഡിനെ മൈൻഡ് ചെയ്യാതെ വിട്ടാല് എന്ത് സംഭവിക്കും? ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഇവ വരാനുള്ള റിസ്ക് പല മടങ്ങ് കൂടും. അതുമാത്രല്ല, കാലുകളിൽ സഹിക്കാൻ പറ്റാത്ത വേദന, ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകള്, ഇൻഫെക്ഷൻ, ഇതൊക്കെ വരാം. ചിലപ്പോ വളരെ മോശം അവസ്ഥയില് കാല് തന്നെ മുറിച്ചു മാറ്റേണ്ടി വരുന്നൊരു സാഹചര്യം വരെ ഉണ്ടാകാം. ഇതൊക്കെ കേട്ട് പേടിക്കേണ്ട, കാരണം ഈ PAD ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. അതുകൊണ്ട് രോഗനിർണയത്തെപ്പറ്റി യാതൊരു ടെൻഷനും വേണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട എളുപ്പമുള്ളൊരു ടെസ്റ്റാണ് ആംഗിൾ ബ്രേക്കിയൽ ഇൻഡെക്സ്, അല്ലെങ്കിൽ ABI ടെസ്റ്റ്. ഇത് വളരെ സിമ്പിളാണ്. ആദ്യം കയ്യിൽ പ്രഷർ നോക്കും, പിന്നെ കണങ്കാലിലും പ്രഷർ നോക്കും. സാധാരണയായി ഈ 2 റീഡിംഗും ഏകദേശം ഒന്നായിരിക്കും. പക്ഷേ കണങ്കാലിലെ പ്രഷർ കയ്യിലേതിനേക്കാൾ കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം കാലിലേക്ക് വേണ്ടത്ര ബ്ലഡ് ഫ്ലോ ഇല്ലെന്നാണ്. വേദനയോ ഒന്നുമില്ല, നമ്മൾ സാധാരണ BP നോക്കുന്നത് പോലെ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോ കുറച്ചുകൂടി ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ ചിലപ്പോൾ വേറെ ചില ടെസ്റ്റുകൾ പറയും. ഉദാഹരണത്തിന് ഡോപ്ലർ അൾട്രാസൗണ്ട് സ്കാൻ. അത് രക്തം എങ്ങനെയാണ് ഒഴുകുന്നത്, അതിന്റെ സ്പീഡൊക്കെ അറിയാൻ വേണ്ടിയാണ്. ബ്ലോക്ക് എവിടെയാണ്, എത്രത്തോളം ഉണ്ട് എന്നൊക്കെ കൃത്യമായി അറിയാൻ CT ആൻജിയോഗ്രാം അല്ലെങ്കിൽ MR ആൻജിയോഗ്രാം ഒക്കെ ചെയ്യും. ഇത് നമ്മുടെ രക്തക്കുഴലുകളുടെ ഒരു 3D ചിത്രം പോലെ തരും. അപ്പോൾ ടെസ്റ്റിൽ PAD ഉണ്ടെന്ന് കണ്ടാൽ എന്തു ചെയ്യും? വിഷമിക്കേണ്ട ഒരു കാര്യമല്ല. കാരണം ഇത് ചികിത്സിച്ച് മാറ്റാനും നിയന്ത്രിക്കാനും ഇന്ന് ഒരുപാട് നല്ല വഴികളുണ്ട്.
ചികിത്സ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ചികിത്സയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുന്നതാണ്. ഒന്നാമത്തെ കാര്യം, പുകവലി നിർത്തുക. അത് നിർബന്ധമാണ്. പിന്നെ ദിവസവും നടക്കുന്നത് ശീലമാക്കണം. നടക്കുമ്പോൾ ഒരു ചെറിയ വേദന വന്നു തുടങ്ങുമ്പോൾ ഒന്ന് നിർത്തി റെസ്റ്റ് എടുക്കുക. വേദന മാറുമ്പോൾ വീണ്ടും നടക്കുക. ഇങ്ങനെ ചെയ്യുന്നത് പുതിയ രക്തക്കുഴലുകൾ ഉണ്ടാകാൻ സഹായിക്കും. അതോടൊപ്പം നല്ല ഹെൽത്തിയായിട്ടുള്ള ഭക്ഷണവും കഴിക്കണം. അടുത്ത സ്റ്റെപ്പ് മരുന്നുകളാണ്. രക്തം കട്ടപിടിക്കാതിരിക്കാൻ ആസ്പിരിൻ പോലെയുള്ള മരുന്നുകൾ കഴിക്കേണ്ടിവരും. കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള സ്റ്റാറ്റിനുകൾ, പിന്നെ നിങ്ങളുടെ ബിപിയും ഷുഗറും കൺട്രോളിൽ നിർത്താനുള്ള മരുന്നുകളും ഡോക്ടർ തരും. ഇതെല്ലാം ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും വരാനുള്ള സാധ്യത കുറയ്ക്കാൻ ഒരുപാടധികം സഹായിക്കും. ഇനി ലൈഫ് സ്റ്റൈൽ മാറ്റവും മരുന്നുകളും കൊണ്ടൊന്നും ശരിയാകുന്നില്ല, അല്ലെങ്കിൽ ബ്ലോക്ക് വളരെ കൂടുതലാണെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളുണ്ട്. ആൻജിയോപ്ലാസ്റ്റി, സ്റ്റെൻഡിംഗ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഒരു ചെറിയ ബലൂൺ കടത്തിവിട്ട് ബ്ലോക്കുള്ള ഭാഗം വികസിപ്പിക്കും. എന്നിട്ട് അവിടെ ഒരു സ്റ്റെന്റ് വെച്ച് ആ രക്തക്കുഴൽ തുറന്നുവെക്കും. ഇതോടെ കാലിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഉടൻ തന്നെ ശരിയാവും. വളരെ സങ്കീർണമായ ബ്ലോക്കുകളാണെങ്കിൽ ചിലപ്പോൾ ബൈപ്പാസ് സർജറിയും ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോ ഈ അസുഖം വരാതെ നോക്കാനും ഇനി അഥവാ വന്നാൽ തന്നെ അത് കൺട്രോൾ ചെയ്യാനും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതുപോലെ എപ്പോഴാണൊരു എമർജൻസിയായി ഡോക്ടറെ കാണേണ്ടത് എന്നും കൂടി നമുക്ക് നോക്കാം. ഒന്നാമതായി, ദിവസവും നടക്കുക. അതൊരു ശീലമാക്കണം. ഇനി നിങ്ങൾക്ക് പ്രമേഹമുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങളുടെ പാദങ്ങളൊന്ന് പരിശോധിക്കണം. ചെറിയ മുറിവോ നിറം മാറ്റമോ ഉണ്ടോയെന്ന് നോക്കണം. നിങ്ങളുടെ ബിപി, കൊളസ്ട്രോൾ, ഷുഗർ ലെവൽസ് ഒക്കെ എപ്പോഴും കൺട്രോളിൽ വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാലിൽ എന്തെങ്കിലും അസാധാരണമായി തോന്നിയാൽ അതിനെ അവഗണിക്കരുത്. എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണുക. ഇനി പറയുന്ന ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക. ഇവയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിമിഷം പോലും വൈകരുത്. ഉടൻ തന്നെ ഡോക്ടറെ കാണണം. വെറുതെ ഇരിക്കുമ്പോൾ പോലും കാലിന് വേദനയുണ്ടെങ്കിൽ, കാലിൽ ഒരു മുറിവുണ്ടായിട്ട് അതെത്ര കാലമായിട്ടും ഉണങ്ങുന്നില്ലെങ്കിൽ, കാൽവിരലുകൾക്ക് വിളറിയ നിറമോ നീലനിറമോ കറുപ്പ് നിറമോ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കടുത്ത തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ഒരു എമർജൻസിയാണ്. അതുകൊണ്ട് ഒരു കാര്യം എപ്പോഴും ഓർക്കുക. നടക്കുമ്പോഴുള്ള കാൽവേദന അത് പ്രായത്തിന്റെ ഒരു ഭാഗം മാത്രമാണെന്ന് പറഞ്ഞ് നിസ്സാരമായി കാണരുത്. ചിലപ്പോൾ അത് നിങ്ങളുടെ രക്തക്കുഴലുകൾ നിങ്ങളോട് സംസാരിക്കുന്നതാകാം, എന്തോ പ്രശ്നമുണ്ടെന്ന് പറയാൻ ശ്രമിക്കുന്നതാകാം. ഓർക്കുക, PAD നേരത്തെ കണ്ടെത്തിയാൽ വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരസുഖമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒരു ഡോക്ടറോട് സംസാരിക്കാൻ മടിക്കരുത്. എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും കൂടി ഷെയർ ചെയ്തു കൊടുക്കുക.